സംഗീതം പഠിക്കാൻ ഒരു സിംഹത്തിന്റെ മടയിൽ പോകാതെ ഇന്ന് രാവിലെ എന്നോട് ഒന്ന് പറഞ്ഞു അല്പം സംഗീതം പഠിക്കണം എന്ന് നമുക്ക് എന്നോട് പറഞ്ഞു. ഞാൻ ആരാധിക്കുന്ന ഒരു നടനം സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ എനിക്ക് ധിക്കരിക്കാൻ സാധിച്ചില്ല. പറഞ്ഞു കൊടുത്തു രണ്ടെണ്ണം. അവസാനം ഒരുപിടി മണ്ണ് എന്റെ വായിൽ തള്ളിക്കേറ്റി അദ്ദേഹം എന്റെ വീട് വിട്ടിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, അതായത് നിങ്ങൾ പഠിച്ച പാട്ട് നന്നായിട്ട് തന്നെ പാടുക. ആ ഗുരുനാഥന്റെ അനുഗ്രഹവും വാങ്ങി മമ്മൂക്ക എത്തുകയാണ് പാടാൻ. എന്റെ ഗുരുവിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഈ ഗാനം ഇവിടെ ആലപിക്കുകയാണ്. ഗുരുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇനിയും യശസ്വരീനായി നമ്മൾ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഗാനം ആരംഭിക്കുന്നു. എനിക്ക് ധൈര്യം ഒരല്പം കുറവായതുകൊണ്ട് ഞാൻ 4-5 പേരെ കൂടെ ഈ ഗാനത്തിന് വേണ്ടി എന്റെ ഏത് ഗാനമാണ് നമ്മൾ പാടുന്നത്? നമ്മൾ മാണിക്യ വീണ. മമ്മൂക്ക പണ്ട് പറഞ്ഞതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ഗാനങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മിച്ചത്. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവരെ പാടുകില്ലേ, വീണുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമേറ്റുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. പൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവയിൽ വന്നല്ലോ. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവയിൽ വന്നല്ലോ. നിന്നുകത്തെന്ന് പറഞ്ഞോര പുഞ്ചി നിന്നുകത്തുന്നു പറഞ്ഞോര പുഞ്ചിരി എന്തിനെ കാണുന്ന. മാണിക്യ വീണയുമായും മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവരെ പാടുകില്ലേ, വീണമേറ്റുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. സരസ്വതി ദേവിന് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പാടൂ. നേരം ഒരു സംഗീത സാഗരത്തിലായിരുന്നു. പക്ഷെ സാഗരം ഏതെന്നറിയാനുള്ള ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. ഒരു സാഗരം പിടികിട്ടാതെ ആ സാഗരത്തിൽ നിന്ന് കയറി ഇവിടെ വരാൻ അല്പ സമയമെടുത്തു. കാരണം സംഗീതത്തിന്റെ ലോകത്ത് പകച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനെടുത്ത് ചാടി അവിടെ നിന്നും മുത്തുകളും പവിഴങ്ങളും വാരി നോക്കിയപ്പോൾ അത് ഒന്നിനും പറ്റില്ല എനിക്ക്. അങ്ങനെ ഇന്ന് വൈകുന്നേരം വെക്കാനുള്ള കറിക്കുള്ള മീനും പിടിച്ചുകൊണ്ട് ആ സാഗരത്തിൽ ഞാൻ കയറുകയുണ്ടായി.
പിന്നെ ഇതുപോലുള്ള ഫംഗ്ഷൻ, ഈ ന്യൂ ഇയർ ഫംഗ്ഷൻ ഷാഫിയുടെ ചിത്രത്തിന് ആദ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ വർഷം തൊമ്മനും മക്കളുടെ നേതൃത്വം ഉദുമൽപേട്ടയിൽ നടക്കുമ്പോൾ നിത്യവും ഇതുപോലത്തെ ന്യൂ ഇയർ ഫംഗ്ഷൻ ആയിരുന്നു. ഇപ്പോൾ മായാവി ഒരു ഷാഫി സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളിലും ഞാൻ അഭിനയിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മായാവിയിലെ സ്രാങ്ക് എന്ന കഥാപാത്രം ഒരു സിനിമാ നടനെ സംബന്ധിച്ചുള്ള രണ്ടവസ്ഥകളുണ്ട്. ഒന്ന്, നടനാണ് നടനെ പോലെ ജീവിക്കാനുള്ള അവസ്ഥയില്ലാത്ത, പുറത്തിറങ്ങിയ ആൾക്കാർ താടിക്കിട്ട് തോന്നുന്ന അവസ്ഥ. മറ്റൊന്ന്, നടനാണ് നടനെ പോലെ ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി. ഇത് രണ്ടും അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നടനായിട്ട് നടനെ പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് റാഫി മെക്കാട്ടിന്റെ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രമാണ്. മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ മായക്കാഴ്ചകളുടെ വിസ്ഫോടനങ്ങളും വിസ്മയങ്ങളും സൃഷ്ടിച്ച റാഫി മെക്കാട്ടിന്റെ ഷാഫി സംവിധാനം ചെയ്ത് നല്ല ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കാൻ പണം മുടക്കിയ പി രാജൻ എന്ന ആ സുഹൃത്ത് നിർമ്മിച്ച മായാവിയായി അഭിനയിക്കുന്ന ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം പുതുമുഖത്തിന്റെ ഒരു പതർച്ചയില്ല എൻ്റെ മുമ്പിലൊക്കെ നോക്കുമ്പോൾ. ഞാൻ പറഞ്ഞു കീപ് ഇറ്റ് അപ്പ്. കാരണം പല സംവിധായകരുടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ ഒരു ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്. ഇനി കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതെ കുറച്ചും കൂടി ബലം കിട്ടും. ഒരു ഭരണ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബലം വെക്കും അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ മനോജ് കജയൻ, അദ്ദേഹം ഇതുവരെ കാണാത്തൊരു വില്ലൻ, വളരെ പുതുമകളുള്ള ഒരു വില്ലനെ അവതരിപ്പിക്കുന്നു. പിന്നെ സായി കുമാർ, അദ്ദേഹം വളരെ നല്ലവൻ അവതരിപ്പിക്കുന്നു. ഇതുവരെ കാണാത്തൊരു നല്ലവൻ, സായി കുമാറിൽ നിന്ന് ഇതുവരെ കാണാത്തൊരു നല്ലവനെ നിങ്ങൾക്ക് മായാവിയിലൂടെ കാണാം. ഗോപിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ ഗോപിക എന്നോടൊപ്പമാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. ആ മലയാള സിനിമയിൽ പിച്ച വെച്ച് വീഴുമ്പോൾ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ, അഭിനയ രംഗത്ത് വീഴുമ്പോൾ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആ കുട്ടി ഇന്ന് ഇനി ശൃംഗങ്ങൾ താണ്ടിയിരിക്കുന്നു. ആ ഗോപികയാണ് ഇതിലെ നായിക. പിന്നെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് മേക്കേഴ്സായ അലസ്പോൾ, വയലാർ, ശരത്ചന്ദ്ര ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഒരുപാട് എല്ലാ പാട്ടും ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. അപ്പോൾ മലയാളത്തിന് നാളെ പാടിക്കൊണ്ടുവരാനുള്ള ഒരു അതിമനോഹരമായ ഗാനം എന്ന് വെച്ചാൽ ഒന്നല്ല, 3-4 പാട്ടിന് എല്ലാവരും ആപാല ബുദ്ധൻ തിരകളും പാടുന്ന ഒരു പാട്ട് ഈ മായാവിലൂടെ ഉണ്ടാവും. ഈ 2007 മായക്കാഴ്ചകളുമായി എത്തുന്ന മായാവി, ഞാൻ മാവേലിയും തെറ്റായി പറഞ്ഞാലും ഇതൊക്കെ ഒരിക്കലേ വരുള്ളൂ കൊല്ലത്തിൽ, മാവേലിയും മായാവിയൊക്കെ. അപ്പോൾ ഈ മായാവിയെ ഇഴയും നീട്ടി പ്രേക്ഷകർ 2008 വരെ കേരളത്തിലെ പ്രേക്ഷകർ ഹൃദയങ്ങളുടെ നെഞ്ചിൽ മായക്കാഴ്ചകളുമായി ഈ മായാവി നിൽക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല പുതുവത്സരം ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം.